മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊസിഷണൽ ടേംസ് അല്ലെങ്കിൽ ഡയറക്ഷണൽ ടേംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊസിഷണൽ ടേംസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്ഷണൽ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഓർഗനെ പറ്റിയോ അല്ലെങ്കിൽ അതുമല്ല നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂ, സപ്പോസ് ഇപ്പോൾ ഒരു സ്കിൻ റാഷോ അല്ലെങ്കിൽ ഒരു അൾസർ അല്ലെങ്കിൽ ഒരു പെയിൻ, ഒന്നും വേണ്ട, ഒരു പെയിൻ എവിടെയാണ്, നമ്മുടെ ബോഡിയിൽ ഇന്ന ഭാഗത്താണ് എന്ന് പറയാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, മെഡിക്കലി ഉപയോഗിക്കുന്ന കുറച്ചധികം വാക്കുകളെയാണ് നമ്മൾ പൊസിഷണൽ അല്ലെങ്കിൽ ഡയറക്ഷണൽ ടേംസ് എന്ന് പറയുക. ഇവരുടെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഒരു ടേംസ് വിച്ച് ആർ യൂസ് ടു ഡിസ്ക്രൈബ് സംതിങ്, ദ ലൊക്കേഷൻ ഓഫ് സംതിങ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള എന്തിനെങ്കിലും പറ്റി, ലൊക്കേഷനെ പറ്റി, എന്തിൻ്റെയെങ്കിലും ലൊക്കേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവർ. അപ്പോൾ ഇത് ഏതൊക്കെയാണ്? കൂടുതലും ഇതിൽ വരുന്നത് പെയർഡ് ആയിട്ടുള്ള ടേംസ് ആണ്. പെയർഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്സുമാണ്. ഒന്നിന് നേരെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും മറ്റേതിന്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ വാക്കുകൾ, പൊസിഷണൽ ടേംസ് എന്ന് നോക്കാം. ആദ്യത്തേത് ആണ് ആൻറ്റീരിയർ. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് പോസ്റ്റീരിയർ. ആൻറ്റീരിയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബോഡിയുടെ മുൻഭാഗത്തിനെ സംബന്ധിക്കുന്നതാണ്. ഫ്രണ്ട് ഓഫ് ദ ബോഡി, റിലേറ്റഡ് ടു സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫ്രണ്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ഫ്രണ്ട് ആസ്പെക്റ്റ് ഓഫ് ബോഡിയിൽ വരുന്ന എന്തിനെങ്കിലും പറ്റി പറയുമ്പോഴാണ് നമ്മൾ ആൻറ്റീരിയർ എന്ന വേർഡ് ഉപയോഗിക്കുക. കാരണം ആൻറ്ററോ എന്നൊരു റൂട്ട് ഉണ്ട് ഇതിന്, റൂട്ട് പോർഷൻ. ആൻറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് IOR മീൻസ് പെർറ്റെയിനിങ് ടു, ഓക്കെ, റിലേറ്റഡ് ടു. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പോസ്റ്റീരിയർ. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ, പോസ്റ്ററോ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നർത്ഥം. സോ പോസ്റ്റീരിയർ ഇസ് റിലേറ്റഡ് ടു ദ ബാക്ക് ഓഫ് ദ ബോഡി. അപ്പോൾ എപ്പോഴും ഫ്രണ്ട് ഓഫ് ദ ബോഡിയെ പറ്റി, അതിനെ സംബന്ധിക്കുന്നതാണ് ആൻറ്റീരിയർ എന്ന് പറയുക. പുറകു ഭാഗത്തെ സംബന്ധിക്കുന്നതാണ് എപ്പോഴും പോസ്റ്റീരിയർ. ഇനി ഇതുമായിട്ട് വളരെ സിമിലർ മീനിങ് ഉള്ളതാണ് ഞാൻ ഈ ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്, വെൻട്രൽ അല്ലെങ്കിൽ ഡോർസൽ. ശരിക്കും നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൽ ആൻറ്റീരിയറിന് സിനോണിമായിട്ട്, ആൻറ്റീരിയറിന് പകരമായിട്ട് നമുക്ക് വെൻട്രൽ ഉപയോഗിക്കാം. അതേപോലെ പോസ്റ്റീരിയറിന് പകരമായിട്ട് ഡോർസലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഓപ്പോസിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ആൻറ്റീരിയറും വെൻട്രലും ആക്ച്വലി ഒരുപോലെയാണ് ഹ്യൂമൻ ബീയിങ്സിൽ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതായത് അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. വെൻട്രൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബെല്ലി സൈഡ് എന്ന് പറയും, നമ്മുടെ ഒരു വയറിൻ്റെ സൈഡും. ഡോർസൽ എന്ന് പറയുന്നത് നമ്മുടെ മുതുകു ഭാഗമാണ്, പുറകു ഭാഗം. അപ്പോൾ ഇത് ഹ്യൂമൻ ബീയിങ്സിനാണ് നമ്മുടെ ഫ്രണ്ട് ഓഫ് ദ ബോഡിയും നമ്മുടെ ബെല്ലി സൈഡും വയറിൻ്റെ സൈഡും ഒന്ന് തന്നെയാവുന്നത്. കാരണം നമ്മൾ രണ്ട് കാലിൽ നിൽക്കുന്നത് കൊണ്ടാണത്. നമ്മുടെ രണ്ട് കാലിൽ നിൽക്കുന്ന നമ്മുടെ പോസ്ചർ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ബെല്ലി സൈഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിൽ ആൻറ്റീരിയർ എന്ന് പറഞ്ഞാലും വെൻട്രൽ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാവുന്നത്. അതേപോലെ നമ്മുടെ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാലും നമ്മുടെ മുതുകിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പോസ്റ്റീരിയർ അല്ലെങ്കിൽ ഡോർസൽ രണ്ടും ഒന്ന് തന്നെയായിരിക്കും ഹ്യൂമൻ ബീയിങ്സിൽ. എന്നാൽ ആനിമൽസിൽ ഇങ്ങനെയല്ല. ഇപ്പോൾ ഒരു ആനിമലിനെ പറ്റി പറയുമ്പോൾ നമുക്ക്, കാരണം അവർ 4 കാലിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ തലയുടെ ഭാഗമാണ്. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ അവരുടെ വാലിൻ്റെ ഭാഗമാണ്. വെൻട്രൽ എപ്പോഴും അവരുടെ ഒരു അടിഭാഗം, വയറിൻ്റെ ഭാഗം, അടിഭാഗമാണ്, ബെല്ലി സൈഡാണ്. അതേപോലെ മുതുകിൻ്റെ ഭാഗമാണ് ഡോർസൽ. കണ്ടോ, 4 ഡിഫറെൻ്റ് ആസ്പെക്റ്റിനെയാണ് കാണിക്കുക. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിൽ മാത്രം ആൻറ്റീരിയറും വെൻട്രലും ഒന്ന് തന്നെയാണ്, പെർറ്റെയിനിങ് ടു ദ ഫ്രണ്ട് ഓർ പെർറ്റെയിനിങ് ടു ദ ബെല്ലി സൈഡ്. അതുപോലെ പോസ്റ്റീരിയറും ഡോർസലും ഒന്ന് തന്നെയാണ്. പോസ്റ്റീരിയർ അല്ലെങ്കിൽ ഡോർസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർറ്റെയിനിങ് ടു ദ ബാക്ക് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ പെർറ്റെയിനിങ് ടു ദറ്റ് ബാക്ക് സൈഡ്, അത് നമ്മൾ മുതുകെന്ന് പറയില്ലേ, അത്. ഇത് രണ്ടും നമുക്ക് ഒന്നായതുകൊണ്ടാണ് ഡോർസലും പോസ്റ്റീരിയറും ഒന്നാവുക. അപ്പോൾ ഇത് രണ്ട് പെയർസും ഓർത്തിരിക്കുക. ആൻറ്റീരിയർ ഓപ്പോസിറ്റ് പോസ്റ്റീരിയർ and ventral and opposite dorsal. Okay, anterior and ventral are somewhat the same in human beings. Posterior and dorsal are also same in the human beings. ഇനി നമുക്ക് അടുത്ത പെയറിലേക്ക് പോകാം, ഡീപ്പ് ആൻഡ് സൂപ്പർഫിഷ്യൽ. ഇതും നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയുന്നതാണ് ഇംഗ്ലീഷിൽ നോക്കിയാലും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു അനാറ്റമിക്കലി പറയുമ്പോൾ ഡീപ്പിനും സൂപ്പർഫിഷ്യലും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. അതായത് നമ്മൾ ഡീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ സർഫസിൽ നിന്ന് വളരെ ഉള്ളിലേക്കുള്ളതിനെയാണ് ഡീപ്പ് എന്ന് പറയുക. അതാണ് ഒരു എവേ ഫ്രം ദ സർഫസ് എന്ന് പറയും ശരിക്കും ഡെഫിനിഷൻ പറയുമ്പോൾ. എവേ ഫ്രം ദ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സർഫസിൽ നിന്ന് വളരെ അധികമായിട്ട് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോയിട്ടുള്ളത് ഇനിയാണ് നമ്മൾ ഡീപ്പ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റാബ് ഉണ്ട്, ഒരു കത്തിക്കുത്തിലുണ്ടായ ഒരു മുറിവ്,
ആ മുറിവിനെ നമ്മൾ എപ്പോഴാണ് ഡീപ്പ് എന്ന് പറയുക? ആ മുറിവ് വളരെ സർഫസിൽ നിന്ന് വളരെ ഉള്ളിലേക്ക് ഇറങ്ങി ഉള്ളതാവുമ്പോഴാണ് ഡീപ്പ് ആവുക. നേരെ മറിച്ച് വളരെ സ്കിന്നിലോ അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമുള്ള ഒരു വൂണ്ടിനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഡീപ്പ് എന്ന് പറയില്ല. അതിനുള്ള ടേമാണ് സൂപ്പർഫിഷ്യൽ, അല്ലേ? സൂപ്പർഫിഷ്യൽ മീൻസ് ജസ്റ്റ് വളരെ നിയർ ടു ദ സർഫസ് അല്ലെങ്കിൽ ഓൺ ദ സർഫസ്, നമ്മുടെ സർഫസിൽ തന്നെ ഉള്ളതിനെയാണ് നമ്മളെപ്പോഴും സൂപ്പർഫിഷ്യൽ എന്ന് പറയുക. ഈ ഒരു രണ്ട് ടേംസ് നമുക്ക് വൂണ്ടുകൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താ ബേൺസിന്, പൊള്ളലുകൾ, അല്ലേ, ഡീപ്പ് ആൻഡ് സൂപ്പർഫിഷ്യൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വെയിൻസ് സൂപ്പർഫിഷ്യൽ വെയിൻസിനെ നമുക്ക് സ്കിന്നിനടിയിൽ ഇങ്ങനെ കാണാം, ഞരമ്പുകൾ, അല്ലേ? എന്നാൽ ഡീപ്പ് വെയിൻസ് വളരെ ഉള്ളിലാണ്, നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ഉള്ളിലാണ്. അപ്പോൾ ഇങ്ങനെ പലതിനും നമുക്ക് ഈ രണ്ട് വാക്കുകൾ ആപ്ലിക്കബിൾ ആണ്. ഡീപ്പ് ഈസ് ഓൾവേസ് എവേ ഫ്രം ദ സർഫസ് ഓഫ് ദ ബോഡി ആൻഡ് സൂപ്പർഫിഷ്യൽ ഈസ് ഓൾവേസ് നിയർ ടു ദ സർഫസ് ഓർ ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തെ പെയർ, ഡീപ്പ് ആൻഡ് സൂപ്പർഫിഷ്യൽ. ഇനി അടുത്തതാണ് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ. അപ്പോൾ ഈ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റലിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോക്സിമിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിയർ എന്നാണ് അർത്ഥം. ഡിസ്റ്റൽ എന്ന് പറഞ്ഞാലും അത് തന്നെ, ഡിസ്റ്റൻസിലുള്ള കുറച്ച് ഫാർ ആയിട്ടുള്ളതിനെ നമ്മൾ ഡിസ്റ്റൽ എന്ന് പറയും. ഒരു ഫാർ ആൻഡ് നിയർ എന്നാണ് ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ അനാറ്റമിക്കലി ഇതിന് കുറച്ചുകൂടി ഒരു വാസ്റ്റ് മീനിങ് ഉണ്ട് പ്രോക്സിമലിനും ഡിസ്റ്റലിനും. നിയർ ആൻഡ് ഫാർ എന്ന് മാത്രമല്ല. കാരണം പ്രോക്സിമൽ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു പർട്ടിക്കുലർ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഒറിജിൻ. ഇപ്പോൾ ഏതൊരു സ്ട്രക്ചർ എടുത്താലും അതിനൊരു ബിഗിനിങ്ങും ഉണ്ടാവും, അതിനൊരു എൻഡും ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഓർഗൻ എടുക്കാം നമുക്ക്. സ്റ്റൊമക്കിന് ആക്ച്വലി രണ്ട് അറ്റങ്ങളുണ്ട്. സ്റ്റൊമക്ക് തുടങ്ങുന്നത് ഈസോഫാഗസിൻ്റെ അവിടെ നിന്നാണ്. ഈസോഫാഗസിൻ്റെ ആയിട്ടുള്ള ജംഗ്ഷനാണ് സ്റ്റൊമക്കിൻ്റെ തുടക്കം. ആൻഡ് ദെൻ ആ സ്റ്റൊമക്ക് അത് കഴിഞ്ഞ് പോയി അവസാനിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ, അല്ലേ? അപ്പോൾ നമ്മൾ ആ സ്റ്റൊമക്കിൻ്റെ ഈസോഫാഗസുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റൊമക്കിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ അവിടെയാണ് സ്റ്റൊമക്കിൻ്റെ തുടക്കം. നേരെ മറിച്ച് സ്റ്റൊമക്ക് അവസാനിക്കുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനുമായിട്ട് ജോയിൻ ചെയ്യുന്നവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സ്റ്റൊമക്കിൻ്റെ പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഈസോഫാഗസുമായിട്ട് കൂടിച്ചേരുന്ന സ്റ്റൊമക്കിൻ്റെ അറ്റത്തിനെ, ആ തുടക്ക ഭാഗത്തിനെ, അവിടെയുള്ള സ്റ്റൊമക്കിൻ്റെ ആ ഒരു ഏരിയയ്ക്കാണ് നമ്മളെപ്പോഴും പ്രോക്സിമൽ എന്ന് പറയുക. അപ്പോൾ അതായത് പ്രോക്സിമൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു സ്ട്രക്ചർ തുടങ്ങുന്നതിനോട്, അത് ബിഗിൻ ചെയ്യുന്നതിനോട്, അല്ലെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നതിനോട് അടുത്തുള്ളതിനെയാണ് നമ്മളെപ്പോഴും പ്രോക്സിമൽ എന്ന് പറയുക. നേരെ മറിച്ച് ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൻ്റെ ബിഗിനിങ്ങിനോട് അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് വളരെ ദൂരെ മാറിയുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എപ്പോഴും ഡിസ്റ്റൽ എന്ന് പറയുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോൺസ് എടുക്കുകയാണെങ്കിലും, ബോൺസ് അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസ്, നമ്മുടെ അപ്പർ എക്സ്ട്രിമിറ്റി, അപ്പർ ലിംബിലുള്ള ജോയിൻസ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ അപ്പർ ലിംബിലെ ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ഉണ്ട് ഇവിടെ, അതുപോലെ എൽബോ ജോയിൻറ്റ്, റിസ്റ്റ് ജോയിൻറ്റ് ഇവിടെ, ഇങ്ങനെയാണ്. സോ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റും എൽബോ ജോയിൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ ആം എന്ന് പറയുന്ന, ഈ അപ്പർ ലിംബ് എന്ന് പറയുന്ന സ്ട്രക്ചർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഷോൾഡറിലാണ്, അല്ലേ? ഷോൾഡറിലാണ് അവിടെ ആം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷോൾഡർ ജോയിൻറ്റ് എപ്പോഴും ഈ അപ്പർ ലിംബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോക്സിമൽ പോയിന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെയാണ് ആമിൻ്റെ തുടക്കം. എന്നാൽ എൽബോ ജോയിൻ്റ് എടുത്താലോ, നമുക്ക് എൽബോയും ഷോൾഡറിനെയും തമ്മിൽ കമ്പയർ ചെയ്താൽ മനസ്സിലാവും എപ്പോഴും ഷോൾഡറാണ് പ്രോക്സിമൽ ജോയിൻറ്റ്. ഈ അപ്പർ ലിംബിനെ പറ്റി പറയുമ്പോൾ പ്രോക്സിമൽ മോസ്റ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഷോൾഡറാണ്. നേരെ മറിച്ച് ഡിസ്റ്റൽ ജോയിൻറ്റ്, അതായത് നമ്മൾ ഷോൾഡറും എൽബോവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൽ വൺ ഏതാണ്? എൽബോ ആണ്. എന്തുകൊണ്ടാണ് എൽബോ ഡിസ്റ്റൽ ആണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ ലിംബിൻ്റെ ആ ഒരു ബിഗിനിങ്ങിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളത്, അല്ലേ? ഷോൾഡർ ആണെങ്കിൽ അവിടെ തന്നെയാണ്. ഷോൾഡർ ഈസ് ഓൾമോസ്റ്റ് നിയർ ടു ദ ബിഗിനിങ് ഓഫ് ദ അപ്പർ ലിംബ്, അതുകൊണ്ട് അത് പ്രോക്സിമൽ. എന്നാൽ എൽബോ, വെൻ കമ്പയർഡ് വിത്ത് ദ ഷോൾഡർ, എൽബോ ഈസ് ലൈയിങ് ഫാർ ഫ്രം ദ ഒറിജിൻ ഓഫ് ദ അപ്പർ ലിംബ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്പാരിസണിലാണ് നമ്മളെപ്പോഴും പ്രോക്സിമൽ ഡിസ്റ്റൽ പറയുക. അല്ലാതെ നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല ഓക്കെ ഷോൾഡർ ഇസ് പ്രോക്സിമൽ എന്നോ അല്ലെങ്കിൽ എൽബോ ഇസ് ഡിസ്റ്റൽ എന്നോ റിസ്റ്റ് ഇസ് ഡിസ്റ്റൽ എന്നോ പറയാൻ പറ്റില്ല. വെൻ യു കമ്പയർ ടു ജോയിൻറ്റ്സ്, അല്ലേ, നമ്മുടെ അപ്പർ ലിംബിലുള്ള രണ്ട് ജോയിൻറ്റുകളെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഒരെണ്ണം പ്രോക്സിമലും മറ്റേത് ഡിസ്റ്റലും ആവുക. ഓക്കെ, സോ ഷോൾഡർ എപ്പോഴും പ്രോക്സിമൽ ആണ് വെൻ കമ്പയർഡ് വിത്ത് എൽബോ. ഇനിയിപ്പോൾ അതുപോലെ എൽബോ
ഷോൾഡർ വെച്ച് നോക്കുമ്പോൾ ഡിസ്റ്റലാണ്. എന്നാൽ ഇനിയിപ്പോൾ നമ്മൾ എൽബോയും റിസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിലോ എൽബോ ആയിരിക്കും അവിടെ പ്രോക്സിമൽ. കാരണം എൽബോ ആണ് റിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൽബോ ആണ് നമ്മുടെ ഈ അപ്പർ ലിംബിൻ്റെ തുടക്കം, നമ്മുടെ ഷോൾഡറിനോട് തുടക്ക ഭാഗത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് എൽബോ ആണോ റിസ്റ്റ് ആണോ? എൽബോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽബോ ഇസ് പ്രോക്സിമൽ ടു ദ റിസ്റ്റ്. റിസ്റ്റ് എപ്പോഴും ഡിസ്റ്റൽ ടു ദ എൽബോ ആണ്. ഓക്കെ, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഒരു ജോയിൻറ്റ് ഡിസ്റ്റൽ ആവുന്നത് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് പ്രോക്സിമൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രോക്സിമലിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പം ഞാൻ സ്റ്റൊമക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ രണ്ടറ്റങ്ങളെ നമുക്ക് ഒരെണ്ണം പ്രോക്സിമൽ എൻഡെന്നും മറ്റേത് ഡിസ്റ്റൽ എൻഡെന്നും പറയാം. സ്റ്റൊമക്കിൻ്റെ തുടക്ക ഭാഗം എന്ന് പറഞ്ഞാൽ ഈസോഫാഗസുമായിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. സോ ഈസോഫാഗസുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റൊമക്കിൻ്റെ എൻഡിനെയാണ് നമ്മൾ അതിൻ്റെ പ്രോക്സിമൽ എൻഡ് എന്ന് വിളിക്കുക. എന്നാൽ മറ്റേ അറ്റം ഇൻറ്റസ്റ്റൈനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൽ എൻഡ് എന്ന് പറയും. പ്രോക്സിമൽ end of the stomach is the area where the stomach is joining with the esophagus. എന്നാൽ distal end ഏതാണ്? Distal end is the part of the stomach, the end of the stomach which is joining with the small intestine. ഇപ്പോൾ നമ്മളൊരു ഗ്യാസ്ട്രക്ടമി ചെയ്യുകയാണെങ്കിൽ തന്നെ സ്റ്റൊമക്കിനെ റിമൂവ് ചെയ്യുന്നതിനാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുക. ഒരു പാർഷ്യൽ ഗ്യാസ്ട്രക്ടമി ചെയ്യുന്നു, നമ്മളത് പ്രോക്സിമൽ ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ഈസോഫാഗസിനോട് ചേർന്ന് കിടക്കുന്ന സ്റ്റൊമക്കിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിലാണ് പ്രോക്സിമൽ ഗ്യാസ്ട്രക്ടമി എന്ന് പറയാം. പ്രോക്സിമൽ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് വിൽ ബി റിമൂവ്ഡ്. നേരെ മറിച്ച് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനോട് അടുത്ത് കിടക്കുന്ന സ്റ്റൊമക്കിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്കൊരു ഡിസ്റ്റൽ ഗ്യാസ്ട്രക്ടമി എന്ന് പറയാം. അപ്പോൾ ഇതാണ് പ്രോക്സിമലിൻ്റെയും ഡിസ്റ്റലിൻ്റെയും പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. ഇനിയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി എക്സാമ്പിൾസ് അവർക്ക് കിട്ടും. സോ ഞാൻ ഒന്നുകൂടി അവരുടെ മീനിങ് പറഞ്ഞുതരാം. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ നിയർ എന്ന് മാത്രമല്ല, നിയർ ടു ദ ബിഗിനിങ് ഓർ ഒറിജിൻ ഓഫ് എ സ്ട്രക്ചർ. ഇനി ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഫാർ എന്നാണ് പറയുക. സോ ഫാർ എന്ന് മാത്രമല്ല അനാറ്റമിയിലെ അർത്ഥം ഫാർ ഫ്രം ദ ബിഗിനിങ് ഓർ ഫാർ ഫ്രം ദ ഒറിജിൻ ഓഫ് എ സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഓപ്പോസിറ്റ്സ് ആവുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പെയറിലേക്ക് പോവാം, മീഡിയൽ ആൻഡ് ലാറ്ററൽ. സോ ഈ മീഡിയൽ ലാറ്ററൽ എന്നുള്ള വേർഡിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ. മീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ മിഡിൽ ഓഫ് ദ ബോഡി എന്നാണ് അർത്ഥം. മിഡിൽ പാർട്ട്, നമ്മുടെ ബോഡിയുടെയൊക്കെ നടുക്കുള്ള ഭാഗങ്ങൾ. എന്നാൽ ലാറ്ററോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വശങ്ങളാണ്, സൈഡുകൾ, റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്സ്. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. മീഡിയൽ ഇസ് ഓൾവേസ് റിലേറ്റഡ് ടു ദ മിഡിൽ ഓഫ് ദ ബോഡി. And the lateral is always pertaining to the sides of the body, the right and the left sides. Okay, ഇങ്ങനെയും പറയാം. ഇതിന് വേറൊരു എക്സ്പ്ലനേഷൻ കൂടിയുണ്ട് മീഡിയൽ ആൻഡ് ലാറ്ററലിന്. മീഡിയൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇമാജിനറി മിഡ് ലൈനെ നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കില്ല. ഒരു ഒറിജിനലി ഉള്ളതല്ല, പക്ഷെ നമ്മളൊരു സാങ്കല്പികമായിട്ടുള്ളൊരു ലൈൻ നമ്മുടെ ബോഡിയുടെ ഒത്ത നടുക്കൂടി പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ ഇമാജിനറി മിഡ് ലൈൻ എന്ന് പറയും. സോ ഈ ഇമാജിനറി മിഡ് ലൈനിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇമാജിനറി മിഡ് ലൈനിനോട് അടുത്തുള്ളത് ആണ് നമ്മളെപ്പോഴും എന്ത് പറയുക, മിഡിൽ ഓഫ് ദ ബോഡി, അതല്ലെങ്കിൽ മീഡിയൽ എന്ന് പറയുക. ഈ ഇമാജിനറി മിഡ് ലൈനിൽ നിന്ന് ദൂരെ മാറി കിടക്കുന്നതാണ് എപ്പോഴും ലാറ്ററൽ. അതായത് സൈഡ്സ് എപ്പോഴും മിഡ് ലൈനിൽ നിന്ന് മാറി ദൂരെ ആയിരിക്കും അല്ലേ. മിഡിൽ ഓഫ് ദ ബോഡി മിഡ് ലൈനിനോട് അടുത്തുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീഡിയൽ ലാറ്ററലിനെ പറ്റി പറയുക. മീഡിയൽ ഇസ് ഓൾവേസ് pertaining to the or related to the middle of the body or near to the midline of the body. In lateral endana, lateral is either we can say it as pertaining to the side, related to the sides of the body, right and left sides of the body, or away from the midline. Okay, ഇനി എവിടെയാണ് മീഡിയൽ ലാറ്ററലൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ടേംസ് ഒക്കെ പറഞ്ഞു, അവിടെ നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് മീഡിയൽ ലാറ്ററലിനാണ് അത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുക. നമ്മളെപ്പോഴും അനാറ്റമി പഠിക്കുന്നത് ഈ പറഞ്ഞ ഈ ടേംസ് ഉൾപ്പെടെ ബോഡിയുടെ ഹ്യൂമൻ അനാറ്റമിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഗ്ലോബലി തന്നെ ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനിൽ, നമ്മളൊരു ഹ്യൂമൻ ബോഡിയെ ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനിൽ ഇമാജിൻ ചെയ്തുകൊണ്ടാണ് പഠിക്കുക. അല്ലാതെ നമുക്ക് പല പൊസിഷനിൽ നമുക്ക് ഒരിക്കലും അനാറ്റമി പഠിക്കാൻ പറ്റില്ല. അതായത് ഒരു സ്റ്റാൻഡേർഡ് പൊസിഷൻ ഓഫ് ഹ്യൂമൻ ബോഡി നമ്മളിങ്ങനെ സങ്കല്പിച്ചിട്ടാണ് ഈ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ അനാറ്റമിക്കൽ പൊസിഷൻ എന്ന് പറയും. അനാറ്റമിക്കൽ പൊസിഷനിലാണ് നമ്മളിതെല്ലാം പറയുന്നത്. ഫ്രണ്ട് ഓഫ് ദ ബോഡി ആൻറ്റീരിയർ, ബാക്ക് ഓഫ് ദ ബോഡി പോസ്റ്റീരിയർ അല്ലേ, അതുപോലെ പ്രോക്സിമൽ, ഡിസ്റ്റൽ, ഡീപ്പ്, സൂപ്പർഫിഷ്യൽ, മീഡിയൽ ലാറ്ററലിന് അത് ഈ ഒരു സ്റ്റാൻഡേർഡ് പൊസിഷൻ്റെ ആവശ്യം വളരെ അധികമുണ്ട്. കാരണം
ഇപ്പോൾ അനാറ്റമിക്കൽ പൊസിഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അനാറ്റമിക്കൽ പൊസിഷൻ ഒരു സ്റ്റാൻഡിങ് പോസ്ചറാണ്. നമ്മുടെ പാംസ് എപ്പോഴും ഫേസിങ് ടു ദ ഫ്രണ്ട് ആയിരിക്കണം. നമ്മൾ പാംസ് ഒരിക്കലും ഇങ്ങനെ കമഴ്ത്തി പിടിക്കില്ല. പാംസ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് പോസ്ചർ. ഇതിനെയാണ് നമ്മൾ അനാറ്റമിക്കൽ പൊസിഷൻ എന്ന് പറയുക. എപ്പോഴും പാംസ് ഇങ്ങനെ ആയിരിക്കണം. നമ്മുടെ ആമിൻ്റെ ഒരു ഇതാണ് നമ്മൾ വെൻട്രൽ ആസ്പെക്റ്റ് ഓഫ് ദ ആം എന്ന് പറയും. വെൻട്രൽ ആസ്പെക്റ്റ് ആണ് ഫ്രണ്ടിൽ വരുന്നതുകൊണ്ടാണല്ലോ വെൻട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ഡോർസൽ ആസ്പെക്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മുടെ പാംസും അല്ലെങ്കിൽ നമ്മുടെ വെൻട്രൽ ആസ്പെക്റ്റ് ഓഫ് ദ അപ്പർ ലിംബ് ഫേസ് മുന്നോട്ടാവുന്ന രീതിയിലാണ് എപ്പോഴും നമ്മളിങ്ങനെ കൈകൾ മലർത്തി പിടിച്ചിട്ടുള്ള ഒരു പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് മീഡിയൽ ലാറ്ററലിനൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് പൊസിഷൻ എപ്പോഴും വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൈകൾ എപ്പോഴും ഫ്രണ്ടിലേക്ക്, പാംസ് എപ്പോഴും ഫേസ് ചെയ്യുന്നത് ഫ്രണ്ടിലായിരിക്കും അനാറ്റമിക്കൽ പൊസിഷനിൽ. സോ നമ്മുടെ എന്താ ഫോർ ആം അല്ലെങ്കിൽ നമ്മുടെ ലോവർ ആം എന്ന് പറയുന്ന ഭാഗം, ലോവർ ആം ഏതാണ്? നമ്മുടെ എൽബോ തൊട്ട് റിസ്റ്റ് വരെയുള്ള ഭാഗത്തിനെയാണ് ഫോർ ആം അല്ലെങ്കിൽ ലോവർ ആം എന്ന് പറയുക. ഇതാണ് നമ്മുടെ അപ്പർ ആം, ഷോൾഡർ തൊട്ട് എൽബോ വരെ, എൽബോ തൊട്ട് റിസ്റ്റ് വരെയുള്ള ഭാഗമാണ് ഫോർ ആം അല്ലെങ്കിൽ ലോവർ ആം. ഈ ലോവർ ആമിൽ തന്നെ 2 ബോണുകളാണുള്ളത്. ഓക്കെ, ഒരെണ്ണം നമ്മുടെ ലിറ്റിൽ ഫിംഗറിൻ്റെ ലൈനിൽ ഇങ്ങനെ ഒരെണ്ണം, മറ്റേത് നമ്മുടെ തമ്പിൻ്റെ ലൈനിൽ മറ്റൊരെണ്ണം. അപ്പോൾ ഇങ്ങനെ ഈ 2 ബോണുകൾ, 2 ചെറിയ മെലിഞ്ഞ 2 ബോണുകളാണ് നമ്മുടെ ഫോർ ആം അല്ലെങ്കിൽ ലോവർ ആമിൽ ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഒരെണ്ണം മീഡിയലായിട്ടും മറ്റേത് ലാറ്ററലുമായിട്ടായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മീഡിയൽ ബോണിനെയാണ് നമ്മൾ അൾന എന്ന് പറയും, ലാറ്ററൽ ബോണിനെ റേഡിയസ് എന്നും. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയാണ് നമ്മളിത് മീഡിയൽ ആൻഡ് ലാറ്ററൽ എന്ന് ഉറപ്പാക്കുക? കാരണം നമ്മൾ അനാറ്റമിക്കൽ പൊസിഷൻ പറയുമ്പോൾ നമ്മുടെ കൈകൾ എപ്പോഴും പാംസ് ഷുഡ് ബി ഫേസിങ് ടു ദ ഫ്രണ്ട്, അല്ലേ? ടു ദ ഫ്രണ്ട് ആയിരിക്കണം. അപ്പോൾ ആ ഫ്രണ്ടിൽ വരുന്ന ബോൺ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് പിടിക്കുമ്പോൾ ഉള്ള വരുന്ന ബോൺ, അതായത് നമ്മുടെ മീഡിയൽ ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റിൽ ഫിംഗർ കണ്ടോ, ഇതാണ് നമ്മൾ നമ്മുടെ ലോവർ ആമിൻ്റെ 2 ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മീഡിയൽ ആസ്പെക്റ്റ് എന്ന് പറയും. ദ മീഡിയൽ ആസ്പെക്റ്റ് ഓഫ് ദ ലോവർ ആം ഏതാണത്? കാരണം നമ്മുടെ ലിറ്റിൽ ഫിംഗറിൻ്റെ, കാരണം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ലിറ്റിൽ ഫിംഗറാണ് എപ്പോഴും മിഡ് ലൈനിനോട് അടുത്ത് വരിക, അല്ലേ? തമ്പ് എപ്പോഴും കുറച്ച് ദൂരെയാണ്, സൈഡിലാണ്. സോ തമ്പ് എപ്പോഴും ലാറ്ററൽ ആണ്, ലിറ്റിൽ ഫിംഗറാണ് മീഡിയൽ. ഓക്കെ, ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ, അല്ലേ? മിഡ് ലൈനിനോട് അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീഡിയൽ ബോൺ, അൾന എന്ന് പറയുന്ന മീഡിയൽ ബോൺ എപ്പോഴും ലിറ്റിൽ ഫിംഗറിൻ്റെ ലൈനിൽ വരുന്നതായിരിക്കണം. നേരെ മറിച്ച് റേഡിയസ് എന്ന് പറയുന്ന ലാറ്ററൽ ബോൺ തമ്പിൻ്റെ ലൈനിൽ. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെയും, അല്ലേ, 2 ബോൺസ് ആയിട്ടാണ് വരിക. ഒരെണ്ണം ലിറ്റിൽ ഫിംഗറിൻ്റെ ലൈനിൽ വരുന്നു, മറ്റേത് തമ്പിൻ്റെ ലൈനിൽ. സോ തമ്പിൻ്റെ ലൈനിൽ വരുന്നതാണ് റേഡിയസ്, ലാറ്ററൽ ബോൺ, മറ്റേത് മീഡിയൽ ബോൺ അൾന എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ, അനാറ്റമിക്കൽ പൊസിഷൻ നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയൽ ലാറ്ററലൊക്കെ നമ്മൾ എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അനാറ്റമിക്കൽ പൊസിഷൻ വെച്ചിട്ടാണ്. അനാറ്റമിക്കൽ പൊസിഷനിലാണ് അൾന എപ്പോഴും മീഡിയലായിരിക്കുന്നു, അതുപോലെ റേഡിയസ് എപ്പോഴും ലാറ്ററലുമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കണം. എപ്പോഴും നമ്മൾ അനാറ്റമി പഠിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനുണ്ട്, ദാറ്റ് ഈസ് അനാറ്റമിക്കൽ പൊസിഷൻ ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബോൺസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ പേരുകളെല്ലാം നമുക്ക് ആവശ്യം വരും, അന്നേരം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്തതാണ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. സുപ്പീരിയറിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഫീരിയർ. ഈ പേരുകൾ വളരെ സിമ്പിളാണ്. സുപ്പീരിയർ എന്ന് പറയുന്നതിന് മുകളിലുള്ളത്, അല്ലെ, എന്തിൻ്റെങ്കിലും എബവ് സംതിങ്, മറ്റൊരു ഓർഗൻ്റെ മുകളിലിരിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, മറ്റേത് ഇൻഫീരിയർ മീൻസ് ബിലോ സംതിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കിഡ്നിയും ബ്ലാഡറും തമ്മിൽ കമ്പയർ ചെയ്താൽ, കിഡ്നി കഴിഞ്ഞിട്ടാണ് യൂറേറ്റേഴ്സ്, 2 കിഡ്നിയാണ് ഏറ്റവും മുകളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ യൂറേറ്റേഴ്സ് എന്ന് പറയുന്ന 2 ട്യൂബുകളുണ്ട്. ഓരോ കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുവന്നാണ് യൂറേറ്റേഴ്സ്, റൈറ്റ് യൂറേറ്റർ ആൻഡ് ദ ലെഫ്റ്റ് യൂറേറ്റർ. ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് യൂറേറ്റേഴ്സ് ആണ് പിന്നെ ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുപോവുക. സോ നമ്മൾ കിഡ്നിയുടെയും ബ്ലാഡറിൻ്റെയും പൊസിഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും കിഡ്നിയാണ് സുപ്പീരിയർ ഓർഗൻ, അല്ലേ? ബ്ലാഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിഡ്നി ലൈസ് സുപ്പീരിയർ, അല്ലേ, സുപ്പീരിയർ ടു ദ ബ്ലാഡർ. എന്നാൽ ഇനി ബ്ലാഡറിനെ എടുത്താലോ, ബ്ലാഡർ ലൈസ് ഇൻഫീരിയർ ടു ദ കിഡ്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുപ്പീരിയർ ഇൻഫീരിയറിൻ്റെ അർത്ഥം. സുപ്പീരിയർ ഇസ് ഓൾവേസ് lying above another structure and inferior is always lying below another structure. ഇനി ഇതാണ്ട് അർത്ഥം വരുന്നതാണ് സെഫാലിക് ആൻഡ് കോഡൽ. സെഫാലിക് എന്ന് പറഞ്ഞാൽ തന്നെ പെർട്ടൈനിങ് ടു ദ ഹെഡ് എന്നാണ് അർത്ഥം. കോഡോ എന്ന് വെച്ചാൽ ടെയിൽ എന്നാണ് അർത്ഥം. ഓക്കെ, ടെയിൽ മീൻസ് ടെയിൽ എൻഡ്. നമ്മുടെ ബോഡിയിലെ ഏതൊരു ഭാഗം എടുത്താലും അതിനൊരു ഹെഡ് എൻഡും ഉണ്ടാവും, ഒരു ടെയിൽ എൻഡും ഉണ്ടാവും.
അപ്പോൾ ഹെഡ് ഭാഗത്തെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ മുകളറ്റം അല്ലെങ്കിൽ വാലറ്റം എന്നൊക്കെ പറയില്ലേ അല്ലേ, തലയറ്റം വാലറ്റം എന്ന് പറയുന്ന പോലെയാണ്. സോ ഇപ്പോൾ ഒരു ബോൺ, നമ്മുടെ ഇവിടുത്തെ ബോൺ ഹ്യൂമറസ് എന്ന് പറയുന്ന ബോൺ എടുത്താൽ തന്നെ ഹ്യൂമറസിൻ്റെ ആ ഒരു സെഫാലിക് എൻഡിലാണത് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ഫോം ചെയ്യുക. എന്നാൽ അതിൻ്റെ താഴത്തെ അറ്റം, അതിൻ്റെ വാലറ്റം അല്ലെങ്കിൽ കോഡൽ എൻഡിലാണ് അത് എൽബോ ജോയിൻറ്റ് ഫോം ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ഏതാണ്ട് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയറിനോട് സിമിലർ ആയിട്ടുള്ള കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്തിൻ്റെയെങ്കിലും മുകളറ്റത്തിനെ നമ്മൾ സെഫാലിക് എന്ന് വിളിക്കുന്നു, ദ ഹെഡ് എൻഡ് ഓഫ് ദാറ്റ് സ്ട്രക്ചർ. ആൻഡ് കോഡൽ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെയിൽ എൻഡ് അല്ലെങ്കിൽ ദ ലോവർ എൻഡ് ഇസ് കോൾഡ് കോഡൽ. അപ്പോൾ അങ്ങനെയാണ് സെഫാലിക് ആൻഡ് കോഡൽ. സെഫാലോ എന്ന് വെച്ചാൽ ഹെഡും കോഡോ എന്ന് വെച്ചാൽ ടെയിൽ എന്നർത്ഥമാണ്. ഓക്കെ, so that's all about superior, inferior, cephalic and caudal. And then അടുത്തതാണ് supine and prone. ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ബോഡിയുടെ തന്നെ ലൈങ് ഡൗൺ പൊസിഷൻ, നമ്മൾ കിടക്കുന്ന പൊസിഷൻസിനെ പറ്റി പറയാനാണ് ഈ സുപ്പൈൻ ആൻഡ് പ്രോൺ യൂസ് ചെയ്യുക. അതായത് നമ്മളെപ്പോഴും മലർന്ന് കിടക്കുന്നതിന് ലൈങ് ഓൺ ബാക്ക് ആണ് സുപ്പൈൻ. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്നു വെച്ചാൽ നമ്മൾ ബെല്ലി വെച്ചിട്ടാണ് വയറമർത്തിയിട്ടല്ലേ കിടക്കുന്നത്. അതുകൊണ്ടാണ് ലൈങ് ഓൺ ബെല്ലി ആണ് പ്രോൺ. കമിഴ്ന്ന് കിടക്കുന്നതിന് പ്രോൺ എന്നും മലർന്ന് കിടക്കുന്നതിന് സുപ്പൈൻ ആൻഡ് പ്രോൺ. സുപ്പൈൻ ഇസ് ലൈങ് ഓൺ ബാക്ക്, മലർന്ന് കിടക്കുന്നു. പ്രോൺ ഇസ് ലൈങ് ഓൺ ബെല്ലി അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കുന്നു വിത്ത് ഫേസ് ഡൗൺ അല്ലേ, മറ്റേത് ഫേസ് അപ്പ് ആയിരിക്കും സുപ്പൈനിൽ. ഇനി ഈ സുപ്പൈൻ ആൻഡ് പ്രോണിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ പാംസിനെ പറ്റി പറയുമ്പോൾ പാംസിനുമുണ്ട് ഈ സുപ്പിനേഷൻ ആൻഡ് പ്രൊണേഷൻ എന്ന് പറയും. ഇത് എന്താ പറയുക, നമ്മുടെ പാംസ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ അനാറ്റമിക്കൽ പൊസിഷനിൽ എപ്പോഴും പാംസ് വയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പാംസ് ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സുപ്പിനേഷൻ എന്ന് പറയുക. നമ്മൾ പാംസ് ഫേസിങ് ഫോർവേഡ്, അപ്വേർഡ് ആവാം അല്ലെങ്കിൽ ഫോർവേഡ്. ഇതിനെയാണ് നമ്മൾ സുപ്പിനേഷൻ ഓഫ് ദ ഹാൻഡ് എന്ന് പറയുക. ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. നേരെ മറിച്ച് നമ്മൾ കൈകളിങ്ങനെ കമഴ്ത്തി പിടിക്കുന്നതിന് അല്ലേ, കമഴ്ത്തി പിടിക്കുമ്പോൾ ആ പാമിൻ്റെ ഭാഗം താഴോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് വരും കമഴ്ത്തി പിടിക്കുന്നതിന്. ഇതിനാണ് നമ്മൾ പ്രൊണേഷൻ ഓഫ് ദ ഹാൻഡ് എന്ന് പറയുക. സോ ദിസ് ഇസ് പ്രൊണേഷൻ ആൻഡ് ദിസ് ഇസ് സുപ്പിനേഷൻ. അപ്പോൾ അങ്ങനെ ഹാൻഡിനും കൂടി ഈ സുപ്പൈൻ ആൻഡ് പ്രോൺ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ സുപ്പിനേഷൻ ആൻഡ് പ്രൊണേഷൻ എന്നാണ് പറയുക. സുപ്പിനേഷനിൽ നമ്മളെപ്പോഴും പാംസിന് മുകളിലേക്ക് അല്ലേ, ഫേസിങ് പാം വിൽ ബി ഫേസിങ് അപ്വേർഡ് അല്ലെങ്കിൽ ഫോർവേഡ്. നേരെ മറിച്ച് കമഴ്ത്തി പിടിക്കുന്നതിന് അല്ലേ, പാംസ് ആർ ഫേസിങ് ഡൗൺവേർഡ് ഓർ ബാക്ക്വേർഡിനെയാണ് എപ്പോഴും നമ്മൾ പ്രൊണേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം അങ്ങനെ യൂഷ്വലി പറയാറുണ്ട്, ഒരു ബെഗർ എപ്പോഴും സുപ്പിനേറ്റ് ചെയ്യുന്നു അല്ലേ. ഒരു ബെഗർ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ അവരുടെ കൈ പിടിക്കുക, ഇങ്ങനെ സുപ്പിനേറ്റ് ചെയ്യുന്ന പോലെ. നേരെ മറിച്ച് ഒരു പ്രീസ്റ്റ് ഓൾവേസ് പ്രൊണേറ്റ്സ് എന്നാണ് പറയുക. സോ പ്രീസ്റ്റ് എപ്പോഴും അനുഗ്രഹിക്കുന്ന പോലെ, ബ്ലെസ് ചെയ്യുന്ന പോലെ പ്രൊണേറ്റ് ചെയ്യുകയാണ് പതിവ്. സോ പ്രീസ്റ്റ് ഓൾവേസ് പ്രൊണേറ്റ്സ് ആൻഡ് ബെഗർ സുപ്പിനേറ്റ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സാമ്പിൾസ് പറയാറുണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ സുപ്പൈൻ ആൻഡ് പ്രോൺ പക്ഷേ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾ ലൈങ് ഡൗൺ പൊസിഷൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, മലർന്ന് കിടക്കുന്നതും കമിഴ്ന്ന് കിടക്കുന്നതും. ഇനി അതേപോലെ തന്നെയാണ് ലൈങ് ഡൗൺ പൊസിഷൻസിന് വേറെ. നമ്മൾ സുപ്പൈൻ ആൻഡ് പ്രോൺ എന്ന് പറയുമ്പോൾ ലൈങ് ഓൺ ബാക്ക് അല്ലെങ്കിൽ ലൈങ് ഓൺ ബെല്ലി അല്ലേ. നേരെ മറിച്ച് വെറുതെ നമ്മൾ സിംപ്ലി ലൈങ് ഡൗൺ എന്ന് മാത്രം, കിടക്കുന്നു എന്ന് മാത്രം അർത്ഥം വരുന്നതാണ് ഡെക്യുബിറ്റസ് അല്ലെങ്കിൽ റെക്യുംബൻ എന്ന് പറയും. സോ ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം സിംപ്ലി ലൈങ് ഡൗൺ. അതെങ്ങനെയും ആവാം, സുപ്പൈൻ ആവാം, പ്രോൺ ആവാം, അല്ലെങ്കിൽ ഒരു സൈഡിലാവാം, സൈഡ് തിരിഞ്ഞ് കിടക്കലാവാം. എന്തായാലും ലൈങ് ഡൗൺ എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ഇത് രണ്ടും, ഡെക്യുബിറ്റസ് ആൻഡ് റെക്യുമൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ഡെക്യുബിറ്റസ് വെച്ചിട്ടുള്ളൊരു പേരാണ് ഡെക്യുബിറ്റസ് അൾസർ എന്ന് പറയും. നമ്മളിപ്പോൾ ബെഡ് സോർസ് എന്ന് പറയില്ലേ, ഇപ്പോൾ ഒരാൾ ഒരേ കിടപ്പ് തന്നെ കിടക്കുന്നുണ്ട്, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് എപ്പോഴും അവരുടെ ഒരു ഭാഗം ആ ബെഡിൽ മുട്ടിയിരിക്കുന്നത് കൊണ്ട് അവിടെ അവർക്ക് അൾസേഴ്സ് വരും, പ്രഷർ അൾസേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സാധാരണ എല്ലാവരും പറയാനുള്ള ബെഡ് സോർ. സോ ഈ ബെഡ് സോറിൻ്റെ മെഡിക്കൽ നെയിം എന്താണ്? ഡെക്യുബിറ്റസ് അൾസർ. അപ്പോൾ അങ്ങനെയാണ് ഒരു എക്സാമ്പിൾ ഡെക്യുബിറ്റസ് എന്നുള്ളതിന്. ഓക്കെ, സിംപ്ലി എപ്പോഴും ലൈങ് ഡൗൺ പൊസിഷനിൽ ആയതുകൊണ്ട് വരുന്ന ഒരു അൾസറേഷൻ. ഓക്കെ, പ്രഷർ അൾസർ എന്നും പറയാറുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ലാറ്ററൽ. ഇപ്പോൾ നമ്മളിപ്പോൾ മലർന്ന് കിടക്കുന്നതിന് സുപ്പൈൻ എന്ന് പറഞ്ഞു, കമിഴ്ന്ന് കിടക്കുന്നതിന് പ്രോൺ. ഇത് കൂടാതെ സൈഡ് തിരിഞ്ഞ് കിടക്കുന്നതിന്, ഇപ്പോൾ റൈറ്റ് സൈഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വെച്ച് കിടക്കുന്നത്, അതിനാണ് നമ്മൾ ലാറ്ററൽ ഡെക്യുബിറ്റസ് എന്ന് പറയുക. ഇത് കൂടുതലും നമ്മൾ എക്സ്റേ പൊസിഷൻസിനൊക്കെയാണ് ഈ പേര് ഉപയോഗിക്കുക. ലൈങ് ഓൺ വൺ സൈഡ്, ഇപ്പോൾ റൈറ്റ് ലാറ്ററൽ ഡെക്യുബിറ്റസ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് കിടക്കുന്നത് റൈറ്റ് സൈഡ് വെച്ചിട്ടായിരിക്കും. അതല്ല ലെഫ്റ്റ് ലാറ്ററൽ ഡെക്യുബിറ്റസ് മീൻസ് ലൈങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി. അപ്പോൾ അങ്ങനെ ലാറ്ററൽ ഡെക്യുബിറ്റസും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലൈങ് ഡൗൺ പൊസിഷൻസിനെ പറ്റി. ഇനി നമുക്ക്
ലാറ്ററലിൻ്റെ തന്നെ, ലാറ്ററൽ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ മീഡിയലിൻ്റെ ഓപ്പോസിറ്റ് ആണ്, പെർട്ടൈനിങ് ടു ദ സൈഡ് ഓഫ് ദ ബോഡി അല്ലേ. ഇനിയിപ്പോൾ ഈ സൈഡ് വെച്ച് ലാറ്ററൽ വെച്ച് തന്നെ കുറച്ച് ഒരു 4 എക്സാമ്പിൾസ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും, യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ അല്ലേ. യൂണി എന്ന് പറഞ്ഞാൽ എപ്പോഴും വൺ അല്ലെങ്കിൽ സിംഗിൾ എന്നാണ് അർത്ഥം. യൂണി ഒരു പ്രിഫിക്സ് ആണത്. സോ എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു ഡിസീസോ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു വശത്ത് മാത്രമേ ഉള്ളൂ, റൈറ്റിൽ മാത്രമേ ഉള്ളൂ അല്ലെ ലെഫ്റ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് നമ്മൾ യൂണിലാറ്ററൽ എന്ന പേര് ഉപയോഗിക്കുക. ഇപ്പോൾ ലങ് തന്നെ ഇപ്പോൾ റൈറ്റിലും ഉണ്ട് ലെഫ്റ്റിലും ഉണ്ട്. സോ ഒരു ലങ്ങിൽ മാത്രമാണ് ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതെങ്കിൽ നമ്മളതിനെ യൂണിലാറ്ററൽ എന്ന് വിളിക്കും. ഓക്കെ, നേരെമറിച്ച് 2 ലങ്ങിലും ഉണ്ടെങ്കിലോ ബൈലാറ്ററൽ. കാരണം ബൈ എന്ന് പറയുന്നത് BI എന്ന് പറഞ്ഞാൽ 2 എന്നാണ്, നമ്പർ 2. ഓക്കെ, യൂണി മീൻസ് 1 അല്ലെങ്കിൽ സിംഗിൾ ആൻഡ് ബൈ മീൻസ് 2, BI ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൈലാറ്ററൽ മീൻസ് റിലേറ്റഡ് ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ ബോഡി. ഇപ്പോൾ ന്യൂമോണിയ തന്നെ 2 ലങ്ങിലും ഉണ്ടെങ്കിലാണ് നമ്മൾ ബൈലാറ്ററൽ, ഡബിൾ ന്യൂമോണിയ എന്നൊക്കെ പറയും. ഓക്കെ, ഒരു ലങ്ങിൽ മാത്രമേ ഉള്ളെങ്കിൽ അത് യൂണിലാറ്ററൽ. ഇനി ഇതേമാതിരി തന്നെ ലാറ്ററൽ വെച്ചിട്ടുള്ള 2 മറ്റ് എക്സാമ്പിൾസ് ആണ് ഇപ്സിലാറ്ററൽ ആൻഡ് കോൺട്രലാറ്ററൽ. അതിൽ നമുക്ക് ഇപ്സി എന്ന് പറഞ്ഞാൽ സെയിം എന്നും കോൺട്ര എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അതിൻ്റെ ഒരു മീനിങ് പറയുകയാണെങ്കിൽ കോൺട്രലാറ്ററലിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പെർട്ടൈനിങ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി എന്നും ഇത് പെർട്ടൈനിങ് ടു ദ സെയിം സൈഡ് ഓഫ് ദ ബോഡി, ഇതാണ് ഇവരുടെ അർത്ഥം. സോ ഈ കോൺട്രലാറ്ററൽ ആൻഡ് ഇപ്സിലാറ്ററൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ബ്രെയിനിൻ്റെയൊക്കെ കണ്ടീഷൻസ്, പ്രത്യേകിച്ചും ബ്രെയിനിൻ്റെ. കാരണം നമുക്കറിയാലോ ഇപ്പോൾ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആണ് എപ്പോഴും നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റിലുള്ള മസിൽസിനാണ് മെയിൻലി ഇത് ബാധകമാവുക. സോ നമ്മുടെ മൂവ്മെൻറ്റ്സും മസിൽസും ഒക്കെ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള മസിൽസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആണ് നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിലുള്ള മസിലുകളെയും മൂവ്മെൻറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ മിഡിൽ ഒബ്ലോങ്ങേറ്റയിൽ വെച്ചിട്ട് ഈ മോട്ടോർ നെർവുകൾ എന്ന് പറയും, അവർ ഒരു വശത്തു നിന്ന് മറ്റു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. സോ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന മോട്ടോർ നെർവ്സ് എല്ലാം ലെഫ്റ്റിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡിക്ക് സപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിനിൽ നിന്ന് വരുന്നതൊക്കെ മെഡുല്ലയിൽ വെച്ച് റൈറ്റിലേക്ക് ക്രോസ് ചെയ്തിട്ട് ബോഡിയുടെ റൈറ്റ് സൈഡിന് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രെയിനിന് ഒരു ഇഷ്യൂ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഒരു യൂണിലാറ്ററലായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിൻ്റെ ഇഫക്റ്റ് ആയിട്ടുള്ള പാരാലിസിസ് ഒക്കെ വരുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡായിരിക്കും. ഓക്കെ, എവിടെയാണോ ഇഞ്ചുറി ആ ഇഞ്ചുറിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും ബോഡിയിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുക, പാരാലിസിസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺട്രലാറ്ററൽ എന്ന് പറയുക. ഓക്കെ, സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇഫക്റ്റ് വരുന്നത് കോൺട്രലാറ്ററൽ സൈഡിലാണ്. എന്നാൽ ചിലപ്പോൾ അത് സെയിം സൈഡും ആവും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മെഡുലേക്ക് താഴെ സ്പൈനൽ കോഡിൻ്റെ ഒക്കെ ഇഞ്ചുറീസ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും അത് എവിടെയാണോ ഇഞ്ചുറി ഉണ്ടായത് അതേ സൈഡിൽ തന്നെ, സെയിം സൈഡിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഇഫക്റ്റും ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ ഇപ്സിലാറ്ററൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതാണ് കോൺട്രലാറ്ററലിൻ്റെയും ഇപ്സിലാറ്ററലിൻ്റെയും മീനിങ്. ഇപ്സിലാറ്ററൽ ഇസ് ഓൾവേസ് പെർട്ടൈനിങ് ടു ദ സെയിം സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ദ അതർ വൺ ഇസ് പെർട്ടൈനിങ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി, കോൺട്രാലാറ്ററൽ. അപ്പോൾ ഇത്രയുമാണ് ഒരു ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ഫോർ പൊസിഷണൽ ആൻഡ് ഡയറക്ഷണൽ ടേംസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ചുകൂടിയൊക്കെ പഠിക്കാം. നമ്മൾ ബോൺസ് ഒക്കെ പഠിക്കുന്ന സ്കെലിറ്റൽ സിസ്റ്റം പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ ഇതുവരെയുള്ള ഹ്യൂമൻ ബോഡിയുടെ ചാപ്റ്ററിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഇതൊരു 6-മത്തെയോ മറ്റോ വീഡിയോ ആണ്. ഇതുപോലെ എല്ലാ വീഡിയോസും കാണണം. ഹ്യൂമൻ ബോഡിയുടെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മറ്റ് വീഡിയോസും കാണുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകെ ഇനി മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇനി വരുന്ന വീഡിയോസ് എല്ലാം കാണുക. അതുപോലെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.